എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു നാടൻ ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് അപ്പം, പുട്ട്, ചപ്പാത്തി, ഇടിയപ്പം ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഞാനിവിടെ 1 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്, അതുകൊണ്ട് ഞാനിത് വെള്ളത്തിലൊന്നും കുതിർത്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ഉണങ്ങിയ ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിതിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ 2 ചെറിയ സവാള സ്ലൈസ് ചെയ്തെടുത്തതാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം. സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വന്ന ശേഷമാണ് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നത്. ദേ ഇപ്പോൾ നമ്മുടെ സവാള ഇവിടെ ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഈ 2 പൊടികൾ മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഗ്രീൻ പീസ് വേവിച്ച സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ചെറിയ തീയിൽ വെച്ചിട്ട് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ഉരുളക്കിഴങ്ങാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ 1 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഒപ്പം തന്നെ 1 ക്യാരറ്റും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും നന്നായിട്ട് ഈ മസാലയുമായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ ഗ്രീൻ പീസ് വേവിച്ചെടുത്ത ആ വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചെറിയ തീയിൽ വെച്ച് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. ഉരുളക്കിഴങ്ങൊക്കെ പാകത്തിന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ്. അപ്പോൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇത് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ മസാലയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഗ്രീൻ പീസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ തീ ഏറ്റവും കുറച്ച് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം ഇത് കൂടുതൽ തിളപ്പിക്കരുത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാകും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ നാടൻ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിനും പുട്ടിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.